അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കുട്ടികളുമായിട്ടാണ്. രാവിലെ തന്നെ രണ്ടെണ്ണത്തിനെ ചവിട്ടി എണീപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ടൈം രാവിലെ 10 മണിയായി. ഇപ്പോഴാണ് ഉറക്കം എണീക്കുന്നത്. ഇതെന്ത് പൊട്ടൊക്കെ? പൊട്ടൊന്നും വേണ്ട, പൊട്ട വേണ്ട. പെണ്ണുങ്ങൾ പൊട്ടിടണമെന്നുണ്ടാ? ഇതാര്? പെട്ടെന്ന് വാ, വർക്കൗട്ട് ഉണ്ട്. രാവിലെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. വർക്കൗട്ട് ചെയ്യാം. Excuse me, sir. Can you tell me the way to Ernakulam? അല്ല, ഞാൻ പറഞ്ഞു വ്ളോഗിലില്ലെങ്കിൽ വ്ളോഗിലില്ലാത്തൊരു കുരങ്ങെന്ന് പറഞ്ഞേ. പാറുവിന് വ്ളോഗിൽ വരാൻ വയ്യെന്നൊക്കെയാണ് ഫസ്റ്റ് പറഞ്ഞത്. നിങ്ങളെ വെച്ചിട്ട് ചലഞ്ച് വീഡിയോസ് ചെയ്തില്ലേ? ചലഞ്ച് വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞേ ഞാൻ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അങ്ങനെ കുറേ പേരൊക്കെ കമൻ്റ് ഇട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇഷ്ടമുണ്ടായിട്ടല്ലേ ചെയ്യണ? ആന്ന് പറയണി. ഇഷ്ടമാണെന്നല്ലാണ്ട് പറഞ്ഞ ഇടി വാങ്ങും. പറ, നിങ്ങൾക്ക് ഇഷ്ടത്തോടെയാണ് നിങ്ങൾ ചെയ്യണെന്ന് പറ. പറയണേ. വേറെ ആരെന്തെങ്കിലും പൈസ മേടിച്ചിട്ടാ? എടി എന്റെ പൈസ എടി തന്നത്. അല്ല, അതെന്റെ പൈസയാണ്. ഞാൻ അമ്മമ്മയ്ക്ക് കൊടുക്കും. ഞാൻ ക്യാഷ് കയ്യിൽ കൊണ്ട് നടക്കാത്തോണ്ടല്ലേ ഞാൻ അമ്മമ്മേരെ മേടിച്ചാ. രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. വർക്കൗട്ട് ചെയ്യാം. സോറി, അത് ഞാൻ പയ്യെ തൊട്ടല്ലേ ഉള്ളു. 2 3 1 2 3 4 5 6 7 8 9 10 1 2 3 6 7 8 9 10. ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്തോ. 1 2 3 4 5 6 പൊങ്ങട്ടെ 7 8 9 10. എന്തുവാടി ഇത്ര നീ തളർന്നോ? ഞാൻ പുഷ് പഠിക്കാം. ഇവിടെ ഇവിടെ വാ, ചാരി കിടന്നോ. ആ, ചെസ്റ്റ് ഇവിടെ കൊള്ളിക്കണം. ഓ, 1 2 3 4 5 6 7 8 9 10. എടി ചെയ്. ആ, നീ നോക്കാം, അങ്ങോട്ട് നീങ്ങി ചെയ്. ആ പാറു ആ ബുക്ക് മാറ്റ്. ആ, ഇതെന്തോന്നടി നിന്റെ കൂടും കൂടെ താഴെ. എടി ഇങ്ങനെ കാണണം. അതിനെ പിടിച്ചോ, എന്നെ പിടിച്ചോ. ആ, വാച്ച് ചെയ്തോ. 1 2 മുട്ടിക്കണം 6 7 8. എൻ്റെ അമ്മേ. ഓക്കെ മതി. ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡംബിൾസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങോട്ടാണ് നമ്മളിപ്പോൾ ലെഗിന് വർക്കൗട്ടാണ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഈ വെയിറ്റ് പോരാ, നമുക്ക് അടുത്ത വെയിറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. വാ. അയ്യോ, ഇത് എത്ര കിലോ ഉണ്ടോണേ? 25 കിലോയാ? അത് സീനില്ല. 1 2 പാറ വാ, ഇവിടെ വന്നില്ലേ? വർക്കൗട്ട് ചെയ്തോ, അവിടെ ചെയ്തോ. 3 4 6 7 8 9 10.
ഓക്കെ ഗൈസ്, നമ്മുടെ സെക്കൻഡ് സെറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അയ്യാ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്കൗട്ട്. ബൈ ബൈ. നമ്മൾ പോയിട്ട് പേരയ്ക്ക പറിക്കാൻ പോവാണ്. ഇപ്പം എന്തെങ്കിലും വിളഞ്ഞതുണ്ടെങ്കിൽ കുറച്ച് പേരയ്ക്ക പറിക്കണം. ഇവിടെ റോഡ് സൈഡിൽ കൂടെ പോണേ. പാറു നോക്കി വാ, ഒന്നുമില്ലല്ലേ വിളഞ്ഞ. ഇതിലെവിടെയെങ്കിലൊക്കെ ഉണ്ടോ നോക്കാം. അതുകൊണ്ട് ഇത് കുറച്ച് വിളഞ്ഞാന്ന് തോന്നുന്നു. ഏത് അത് വിളഞ്ഞോ? ആ അത് പറിച്ചോ പറിച്ചോ. ആ നീ പറയേ അവിടെ വെച്ചോണ്ടിരിക്കണ. റോഡ് കയറില്ല, ഇപ്പം കയറില്ല. വണ്ടി ഗൈസ്, ഇത് വിളഞ്ഞില്ല. ആ അതോ കണ്ട, നല്ല വിളഞ്ഞ സാധനം കിട്ടി ഗൈസ്. അയ്യോ ആ പറിച്ചോ. തറ പോലെ കാണിച്ചേ അങ്ങോട്ട് നോക്കട്ടീ ഗൈസ്. അപ്പം നല്ല വിളഞ്ഞ പേരയ്ക്ക കിട്ടിയിട്ടുണ്ട്. അത് പാറു എന്തോന്ന്, നീ രാവിലെ മുട്ടായും കഴിച്ചോ? നമ്മളെല്ലാം ഹെൽത്തി സാധനം കഴിക്കോ? നമുക്ക് വേണ്ട, നമ്മൾ മഞ്ച് കഴിക്കൂല അല്ലേ വാവച്ചി? ഇതാ കഴിച്ചോ. എടി ഞാൻ ഒരു കൈ കൊണ്ട് വെച്ച് എങ്ങനെ പറിക്കണ? ഓക്കെ ഗൈസ്, ഇത് പറിക്കണേ. ഓക്കേ, ഞാൻ ഒരെണ്ണം കണ്ടുപിടിക്കോ? വലുതെറി വേണ്ട, നല്ല വിളഞ്ഞൊരു സാധനം, കിട്ടില്ല സാധനം ഗൈസ്. അപ്പോൾ വന്നതിൽ നല്ലൊരു പേരയ്ക്ക കിട്ടിയിട്ടുണ്ട്. യാ സെറ്റ് സാധനോടി. ഓക്കെ നില്ലേ കണ്ടാ, അടിപൊളി പേരയ്ക്ക. പാറ പിടിച്ചോ. തറയിടല്ലേ ഗൈസ്. നമ്മുടെ ഇതുവഴി ഒരു ബസ് വരണുണ്ട്. റോഡിലോട്ട് കയറല്ലേ? ബസ്സിലെ കണ്ടക്ടർ നിന്റെ ഫ്രണ്ടാ? ആഹാ, പാറ പോവല്ലെങ്കിൽ വാ. കുറച്ച് പേരയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വിളഞ്ഞ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ഒക്കെ നല്ല വിളയട്ടെ, എന്നിട്ട് പറിക്കാം. ബാക്കിൽ പാവച്ചി കൊണ്ടുവരണുണ്ട്. വാ പെട്ടെന്ന് വാ, ചറുക്കല്ലേ. ഇത് കാണിച്ചെടുത്താണ് കണ്ടാ, നല്ല വിളഞ്ഞത്. ഇതുണ്ടോ? ഇത് നല്ല വിളഞ്ഞ. അതാര് പറിച്ചോ? ഗൈസ്, ഇന്ന് കിട്ടിയ പേരയ്ക്കാണ് ഇത് അത്യാവശ്യം നല്ല വലിയ പേരയ്ക്കാണ്. ഇത് നമുക്ക് ഇപ്പം കഴിക്കാമേ. എനിക്ക് വേണ്ട, മുട്ടായി മക്കളെ വെച്ചോ. പിന്നെ ഇന്ന് ഒരെണ്ണം കഴിക്കാവേ. ഇത്രയും പേരയ്ക്ക ഇന്ന് കിട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ രാവിലെ 3 ബോയിൽഡ് എഗ് കഴിച്ചാണ്. പിന്നെ ഇപ്പം പുട്ടുമുണ്ട് അപ്പമുണ്ട്. ഞാൻ കുറച്ച് പുട്ട് എടുത്തിട്ടുണ്ട്. പുട്ടും പപ്പടവും പഴവും കഴിക്കാൻ തോന്നി. അപ്പം ആരുടെ എൻ്റെ ഇന്ന് പപ്പടം എടുത്ത് കഴിക്കണ? അപ്പോൾ കുറച്ച് പുട്ട്, ഇത് തൊലിച്ചാക്കളെ. ആച്ചിക്ക് പുട്ട് വേണ്ടേ? പുട്ട് ഇഷ്ടമല്ലേ? എൻ്റെ പപ്പടം അടിച്ച് തിന്നാൻ പാറു. ഈ പപ്പടം എടുത്ത് നോക്കണം, എനിക്ക് വേണ്ട. ഇല്ലാതെ കഴിച്ചിട്ട് കഴിച്ചോ. ആ വാച്ചിയെടുത്തോ. ആ എടുത്തോ. പുട്ട് ഇത്രയും എനിക്ക് പറ്റൂല, കുറച്ച് കഴിക്കാം. എന്നെ കൊണ്ട് പറ്റൂല. അമ്മാമ്മ എന്തിനു പറയണ? അതുകൊണ്ട് ഇവരൊക്കെ പോണ്ടെന്നെങ്ങും. പാറുവിന് പോണോടി? എവിടെ പോവാൻ? ഇവിടെ അടുത്ത് നല്ല ഫുഡുള്ള സ്ഥലമൊന്നുമില്ല. ദൂരെയൊക്കെ പോകാൻ പറ്റുന്നില്ല. അടുത്തവിടെ ഉണ്ട്. പാറു പറഞ്ഞില്ലല്ലേ? പാറു നീ വെയിലത്തും മഴയത്തും പറഞ്ഞതൊന്നും ഇഷ്ടമല്ല. എനിക്കിവിടെ നടക്കാൻ വാങ്ങിയില്ല. ഒരു ഉടുപ്പാ തോറേ, എന്തിനാണ്
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പേരയ്ക്ക ഇത് കട്ട് ചെയ്ത് കഴിക്കാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടി ഉപ്പും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഉണ്ടോ? ഇതിങ്ങനെ എടുക്കുക, ഇതിങ്ങനെ ഡിപ്പ് ചെയ്യുക. പിടിച്ചോ, ഇതിൽ മാറ്റി തരാം മക്കളെ. ഇത് ഞാനും കൂടി കുറച്ച് കഴിച്ചു നോക്കാം. കൊള്ളാമോ പാറു? കണ്ടോ, പേരയ്ക്ക, ഉപ്പ്, മുളക് പൊടി, ചെറിയ ഇനിപ്പും. പാറുവിന് വേണ്ടെന്ന് എരിയണോ? എവിടെ പോണ് പാറ? എവിടെ പോണ് പറ? എവിടെ കറങ്ങാൻ പോണ്? ആവശ്യം പോണ്? കറങ്ങാനോ? എനിക്ക് സമയമില്ല, എനിക്ക് വർക്കുണ്ട്. നമുക്ക് ജസ്റ്റ് ബൈക്ക് എടുത്തേ കുറച്ച് എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ. പാറുവിന് ഇഷ്ടപ്പെട്ടാ? ഇനിയും വേണം ഇതേപോലത്തെ റൈഡ്? നിങ്ങൾക്കല്ലേ റൈഡ് പോകണമെന്ന് പറഞ്ഞ് ബഹളം. ഇനിയും പോണോ? അടിപൊളി സ്ഥലം. പോയാലാ? പോവാം. ഫോട്ടോ എടുക്കണോ നിങ്ങടാ? ഗൈസ്, അപ്പോൾ ഇവിടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. എന്തോടി ഈ സ്ഥലത്തിൻ്റെ പേരാണ്? അരുവിപ്പുറം. ഓക്കെ, നമ്മളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പാറു നിന്ന് നോക്കട്ടെ, അവിടെ നിന്നേ. ഈ ഒരു ഫ്രെയിം കാണിച്ചു തരാം. കൊള്ളാം അല്ലേ? നമ്മുടെ ഹാർലി, പിന്നെ 2 കുട്ടികളും. ആരുടെ അടിച്ചാ? ഇപ്പം 2 എണ്ണത്തിന് നോക്കിയോ? നീ അടിച്ചാ? ആ, ഇനി എനിക്ക് പോകണം. ഇനി വർക്കുണ്ടോ മക്കളെ? ഇനി ഷോപ്പിൽ പോകണം. പനൂര് ഇനിയിപ്പോൾ നടക്കില്ല, വേറെ ദിവസം പോവാം നമുക്ക്. എടി പനൂര് വേറെ ദിവസം പോവാന്ന്. എന്താ ഇന്ന് സമയമില്ല എനിക്ക്. ഗൈസ്, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നേരെ ഇവരെ വീട്ടിൽ കൊണ്ടാക്കണം. അതിനുശേഷം നേരെ ഷോപ്പിലോട്ട് പോകണം. ഷോപ്പിൽ പോയിട്ട് നമുക്ക് വർക്കുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഹൗസ് വാമിംഗ് ഉണ്ട്, നാളെയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഇന്ന് വർക്ക് നേരത്തെ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നേരെ അങ്ങോട്ടും പോവും. അവിടെ പോയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അതും ചെയ്യണം. അതൊക്കെയാണ് പരിപാടികൾ. എൻ്റെ കട നീ കണ്ടിട്ടില്ലേ? ഇന്ന് സമയമില്ലാക്കള, ഇന്ന് വർക്കുണ്ട്. അപ്പോൾ വേറെ ദിവസം പോവാം. വേറെ ദിവസം നമുക്ക് ലുലുമാളിലൊക്കെ പോയി കറങ്ങിയിട്ട്. എടി ഇന്ന് എനിക്ക് വർക്കുണ്ടെന്ന്. ഇന്ന് വർക്കുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ കൊണ്ടുപോയാൽ തിരിച്ചെങ്ങനെ കൊണ്ടുവരും? എനിക്ക് സമയമില്ല, ഹൗസ് വാമിംഗ് ഉണ്ട്. നമ്മൾ വേറൊരു ദിവസം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബാ കയറാം, അമ്മ പോവാം. ബാ കയറിക്കോ. എന്തോന്ന് കവർ കിട്ടോ? ഗൈസ്, അപ്പോൾ ഞാൻ പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ചേച്ചിയുടെ ഇവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് പോവാം. രസമുണ്ട്, പയർ വിഴുക്കുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ വെള്ളം. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. നമുക്ക് പെട്ടെന്ന് ബുക്കിംഗ് വന്നു. അപ്പോൾ നേരെ ഇനി ഷോപ്പ് ചെയ്തിട്ട് കാണാം. ഗൈസ്, അപ്പോൾ കാർത്തിക് സൂര്യയുടെ മാരേജ് വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഷോപ്പിൽ വന്നിട്ട്. നമ്മുടെ കസ്റ്റമർ ഇപ്പോൾ ഉടനെ തന്നെ എത്തും. ഒരു കപ്പിൾ ടാറ്റു ആണ്. ആ ഒരു വർക്ക് ചെയ്തിട്ട് നമുക്ക് വേറൊരു ബുക്കിംഗ് കൂടി ആയിട്ടുണ്ട്. ഈ ഒരു ഈഗിൾ ടാറ്റുവിൻ്റെ വർക്കും കൂടിയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് നാളെയാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഇന്ന് ഈവനിങ് അങ്ങോട്ടൊന്ന് പോകണമെന്നൊക്കെ പ്ലാൻ ഇട്ടിരുന്നതാണ്. ഈ 2 വർക്കും പ്ലാനിലുണ്ടായിരുന്നല്ല, ഇന്ന് ബുക്കിംഗ് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് 2 കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോൾ കഴിയുമെന്ന് ഒരു ഐഡിയ ഇല്ല. മാക്സിമം പെട്ടെന്ന് കഴിയുവാണെങ്കിൽ ഇന്ന് അങ്ങോട്ട് പോകും. നാളെ അവളുടെ ഹൗസ് വാമിംഗ് വീഡിയോ ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ,
ഗൈസ്, അപ്പോൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വർക്കിന് കസ്റ്റമർ ഇപ്പോൾ ഉടനെ എത്തും. ഓക്കെ, അതിനിപ്പോൾ എപ്പോൾ കഴിയുമെന്ന്. ഇപ്പോൾ ടൈം ഏകദേശം 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് എപ്പോൾ കഴിയുമെന്ന് ഒരു ഐഡിയ ഇല്ല. അത് നേരത്തെ കഴിയുവാണെങ്കിൽ നമുക്ക് ഹൗസ് വാമിങ് വീട്ടിലോട്ടൊന്ന് പോവാമായിരുന്നു. പക്ഷെ എപ്പോൾ കഴിയുമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും വന്നിട്ട് നോക്കട്ടെ. ഓക്കെ അല്ലേ ഗൈസ്? പാലുകാച്ചി വീടാണ്, ഒന്നും ആയിട്ടില്ല. പൊടി പൊടി ഗൈസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇവർ തറയിലൊക്കെ കോൺക്രീറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ ഫുഡിനുള്ള പാത്രങ്ങൾ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം കൂടെ ഇറക്കി വയ്ക്കുകയാണ്. ഇവിടെ തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇറക്കി സെറ്റാക്കി വെച്ചിട്ട് ബാക്കി പരിപാടി ഉണ്ടെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ ഈ പുള്ളിയാണ് ഈ വീടിൻ്റെ കോൺട്രാക്ടർ. അപ്പോൾ വർക്കുകളൊന്നും തീരാത്തതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളി. അപ്പോൾ രാത്രിക്ക് തന്നെ ഫുള്ളായിട്ട് തീർക്കും എന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇതിൻ്റെ ഓഡിയോ കാര്യങ്ങളൊക്കെ മിസ്സായി പോയി. അപ്പോൾ പുള്ളി ഒരു അടിപൊളി കോമഡി പീസാണ്. നമസ്കാരം, വാരഫലത്തിലേക്ക് സ്വാഗതം. പഞ്ഞമാസം അല്ല അപ്പം അത് വെച്ചൂടാ. ഇപ്പൊ അതിന് മുമ്പ് വെച്ചിട്ട് കർക്കിടകത്തിൽ നമ്മൾ താമസിച്ച Excuse me, sir. Can you tell me the way to Ernakulam? Go this way, that way. ഐ മീൻ അതിന് മുമ്പ് Bus stop. Ernakulam bus. ഇരിക്കുന്നതും കർക്കിടകത്തിൽ കയറൂല. അപ്പൊ അതിന് മുമ്പ് നമ്മൾ പാല് കാച്ചി വെച്ചാൽ കർക്കിടകത്തിൽ കയറാം. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഹിന്ദുക്കളുടെ ആചാരം. ക്രിസ്ത്യൻസിന് അവരതൊന്നും നോക്കൂല, മുസ്ലിം നോക്കൂല. അപ്പൊ ഇത് ക്രിസ്ത്യൻ അല്ലേ? ഇത് ക്രിസ്ത്യൻസ് അല്ലേ? ആ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാണല്ലേ അവരെ പറ്റിച്ചപ്പോ. ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? പണി താമസിക്കുന്നത് കേരളത്തിലെ പക്ഷേ കർക്കിടകം എന്ന് പറഞ്ഞ ഒരു പഞ്ചമാസം. അതല്ല, കേരളത്തിൽ ക്രിസ്ത്യൻസ് ഇല്ലേ? ഇങ്ങനല്ല, ഒരു പഞ്ചമാസം അല്ലേ അത്? അല്ല, ചേട്ടൻ പറഞ്ഞായിരുന്നു ക്രിസ്ത്യൻസിന് അങ്ങനെ ഇല്ലാന്ന്. ക്രിസ്ത്യൻസ് നോക്കാറില്ല, പക്ഷെ കർക്കിടകം എന്ന് പറഞ്ഞത് പഞ്ചമാസമാണ്. ആണ്. ഓ, ചേട്ടൻ ഹിന്ദു ആയിട്ട് ചേട്ടൻ അതേ നോക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എത്ര ഉണ്ടായാലും നമുക്ക് എത്ര വരുന്നവരുണ്ടായാലും കർക്കിടക മാസം നമുക്ക് പഞ്ചമാസം തന്നെ. സോറി, നമ്മുടെ നാടിന്റെ അപ്പൊ അവർക്കില്ല. ഞാൻ പറഞ്ഞേക്കാം, അവർക്കില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞിട്ടില്ല. മൊത്തം കഴിയണമെന്ന് ഫുള്ള് ഈ കർക്കിടകം തീരുന്നതിന് 17-ാം തീയതി അവർക്ക് കൂടി കയറാം. കർക്കിടകത്തിന് മുമ്പ് കർക്കിടകത്തിൽ 17-ാം തീയതി കയറാം. കർക്കിടകം തുടങ്ങുന്നത് അന്ന് കൂടി കയറാം. ഓ, അന്ന് കയറാം. 16-ാം തീയതി അടുത്ത ആഴ്ച. ഉറപ്പല്ലേ? അന്ന് വ്ളോഗ് എടുക്കാൻ വരും ഞാൻ. ഫുൾ വീട്, നിങ്ങളെ വീട് ഫുള്ള് കാണിക്കാനായിട്ട് വരും. ഫുള്ള് എടുക്കും. ഇതെന്താ വീട്? ഇനിയൊരു വീട് കണ്ട ഇനിയും ഉണ്ടാക്കിട്ടോ റൂബിയുടെ താഴെ. ഇനിയിപ്പോ നമ്മളെ കൂടെ വർക്ക് ചെയ്യാത്തോണ്ട് നമ്മളത് റൂബിയുടെ താഴെ ഒരു വീടുണ്ട്. നല്ല വീട്. അപ്പൊ ഇത് പറ്റിച്ചോ നിങ്ങളാ? ഈ മേലെ മാത്രമേ എടുത്തുള്ളൂ മോനെ. ബാക്കി ഇത് തേപ്പും ബാക്കിയുള്ള ഇതൊക്കെ ഇടിച്ച് പൊളിച്ച്. ഓ, ചേട്ടാ ഫസ്റ്റില് തന്നിരുന്നെങ്കിൽ വേറെ ലെവലിൽ വെച്ചേനെ. വേറെ ആള് ചെയ്താ, അല്ലെങ്കിൽ ഈ പൈസ തന്നെ എല്ലാം തീർന്നുണ്ടാവും. ഒരു 3-3.5 ലക്ഷം രൂപ അടിപ്പോയി. വേറെ ആള് കൊണ്ടുപോയി. ചേട്ടാ മഴ പെയ്ത് ഈ പെയ്യടാ. അല്ല, ഇത് മഴയല്ല, ഇത് വെയില്. ഒരു ചാരകം. ഇനി ഇതിനേക്കാൾ മഴ പെയ്യോ? മഴ പെയ്യോ? പെയ്യൂല. ഇനിയിപ്പോ ഇത് മഴയല്ല, മഴ പെയ്യില്ലെന്ന് പറയുന്നത്. മഴയല്ല. ഇവിടെ കണ്ട മൊത്തം മഴ. അതാണ് ഇത്. പിന്നെ നമ്മൾ പാടുപെട്ടിട്ട് ഈ മഴ പെയ്ത് കഴിഞ്ഞാ ഇതെല്ലാം കൂടെ ഈ പെയ്യുന്നത് മഴയല്ല. കൈ ഇയാളൊക്കെ ചേട്ടൻ പറയുന്നത് മഴയല്ല അല്ലേ? ഓയ്യോ, ഇതോ ഇതേ മഴയല്ല, ഇത് മഴയല്ല. അപ്പൊ നാളെ കാണാം. അപ്പൊ നമ്മൾ വരുമ്പോഴത്തേക്ക് വീട് തിളങ്ങണം. സെറ്റല്ലേ? ഓക്കെ ഓക്കെ, നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. പവർ പാല് വെച്ച് കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ.
ഇറങ്ങാം. സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. ഗൈസ്, അപ്പോൾ ഇനി കഴക്കൂട്ടം ക്യാപിറ്റൽ ബാറിലോട്ട് പോകണം. അവിടെ DJ പരിപാടി നടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഒന്ന് പൊളിക്കാം. ഗൈസ്, അപ്പോൾ DJ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇറങ്ങാടാ. അയ്യോ, ഇത്രയും നേരം കിടന്ന് തുള്ളിയപ്പോൾ ഒരു കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ ബൈ.